കാരുണ്യത്തിന്റെ മധ്യസ്ഥൻ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ കഥ. 17-ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിലെ ദാരിദ്ര്യത്തിലും ദുരിതത്തിലും ആശ്വാസത്തിന്റെ കൈകളുമായി നടന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു, വിൻസെന്റ് ഡി പോൾ. കാരുണ്യത്തിന്റെ മധ്യസ്ഥൻ എന്ന തിരുസഭ ഇദ്ദേഹത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി. 1581 ഏപ്രിൽ 24-ന് ഫ്രാൻസിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ലേപ്യൂ, ഇന്നത്തെ സെന്റ് വിൻസെന്റ് ഡി പോൾ എന്ന ഗ്രാമത്തിലെ ഒരു കാർഷിക കുടുംബത്തിലാണ് വിൻസെന്റ് ജനിച്ചത്. ജീൻ ഡി പോൾ, ബെട്രാൻഡ് ഡി പോൾ എന്നിവരുടെ 6 മക്കളിൽ മൂന്നാമനായിരുന്നു അദ്ദേഹം. ചെറുപ്പത്തിൽ തന്നെ ദൈവശാസ്ത്ര പഠനം തുടങ്ങിയ വിൻസെന്റ് 1600 സെപ്റ്റംബറിൽ പൗരോഹിത്യം സ്വീകരിച്ചു. തുടക്കത്തിൽ ഒരു മെച്ചപ്പെട്ട ജീവിതം നേടുക എന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുറച്ചുകാലം ടൗലോസിൽ അധ്യാപകനായും ഉന്നത കുടുംബാംഗങ്ങളുടെ ആത്മീയ ഗുരുവായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. എന്നാൽ 1605-ൽ ഒരു കടൽ യാത്രയ്ക്കിടെ അദ്ദേഹത്തിന്റെ ജീവിതം വഴിതിരിഞ്ഞു. തുർക്കിയിലെ കടൽ കൊള്ളക്കാർ വിൻസെന്റിനെ പിടികൂടി അടിമയാക്കി. 1607 വരെ ഏകദേശം 2 വർഷം അദ്ദേഹം ട്യൂണിസിൽ അടിമയായി ജീവിച്ചു. ഈ ദുരിതകാലത്തും വിശ്വാസം കൈവിടാതെ തന്റെ യജമാനനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യിച്ച ശേഷം അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അടിമത്വത്തിൽ നിന്ന് മോചിതനായ വിൻസെന്റ് റോമിൽ പഠനം തുടർന്നു. ആർഭാടകരമായൊരു ജീവിതമായിരുന്നു വിൻസെന്റ് ആദ്യം സ്വപ്നം കണ്ടിരുന്നത്. എന്നാൽ മരണാസന്നായ ഒരു കർഷകന്റെ കുമ്പസാരം കേൾക്കാനിടയായതോടെ അദ്ദേഹത്തിന് ആഴമായ മനഃപരിവർത്തനം സംഭവിച്ചു. തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം പാവപ്പെട്ടവരിലും സമൂഹത്തിൽ നിന്നും അകറ്റപ്പെട്ടവരിലുമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പാവങ്ങളോട് അനുകമ്പ നിറഞ്ഞ മനസ്സുമായ അദ്ദേഹം ദരിദ്രർക്കായി നിരവധി ദൗത്യങ്ങൾ ഏറ്റെടുത്തു. സാമ്പത്തികമായും ആത്മീയമായും അവരെ സഹായിക്കുവാനായി ധാരാളം സ്ഥാപനങ്ങൾക്ക് രൂപം നൽകി. കപ്പലുകളിൽ തണ്ടുവലിക്കാൻ വിധിക്കപ്പെട്ട കുറ്റവാളികൾക്കിടയിലും അദ്ദേഹം ആശ്വാസവുമായെത്തി. തന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തി. സന്യാസി സമൂഹങ്ങളുടെ സ്ഥാപനം. വിശുദ്ധന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ സ്ഥാപനവൽക്കരിക്കപ്പെട്ടു. കോൺഗ്രിഗേഷൻ ഓഫ് മിഷൻ. ഗ്രാമപ്രദേശങ്ങളിൽ സുവിശേഷ വേലകൾക്കുള്ള പുരോഹിതരുടെ കുറവ് പരിഹരിക്കുന്നതിനായി 1625-ൽ വിൻസെന്റ് വൈദികർക്കായി ഈ സന്യാസി സമൂഹം സ്ഥാപിച്ചു. സന്യാസിനി സമൂഹം, ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി. പിൽക്കാലത്ത് വിശുദ്ധയായി മാറിയ ലൂയിസ് ഡി മാരിലാക്കുമായി ചേർന്ന് രോഗികളുടെയും പാവപ്പെട്ടവരുടെയും തടവുകാരുടെയും ഇടയിൽ സേവനം ചെയ്യുന്നതിനായി അദ്ദേഹം ആദ്യത്തെ സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി. ലൂയിസിന്റെ നേതൃത്വത്തിൽ ഈ സന്യാസി സമൂഹം ജനങ്ങളിൽ നിന്നും സംഭാവനകൾ സ്വരൂകൂട്ടി. ഈ ധനം ഉപയോഗിച്ച് വിൻസെന്റ് അനാഥരായ കുട്ടികൾക്കായി അനാഥ മന്ദിരങ്ങളും 1639-ൽ പരിചരണ കേന്ദ്രവും വൃദ്ധമന്ദിരങ്ങളും 40,000-ഓളം പാവപ്പെട്ടവർക്കായി പാർപ്പിട സമുച്ചയങ്ങളും സ്ഥാപിച്ചു. അഭയാർത്ഥികളെ സഹായിക്കുവാനും അടിമകളെ മോചിപ്പിക്കുവാനും കൂടി ഈ സംഭാവനകൾ വിനിയോഗിക്കപ്പെട്ടു. ഫ്രാൻസിലെ ആഭ്യന്തര യുദ്ധകാലത്തും അദ്ദേഹം ആതുര സേവനവുമായി പ്രവർത്തിക്കുകയും നിർധനരായവരെ പുനരധിവസിപ്പിക്കുകയും ചെയ്തു. കൂടാതെ ദൈവസ്നേഹത്തിന്റെ സർവ്വലൗകികതയെയും ദിവ്യകാരുണ്യ സ്വീകരണത്തെയും നിരാകരിച്ച ജാൻസനിസം എന്ന മതവിരുദ്ധവാദത്തിന്റെ ശക്തനായ എതിരാളിയുമായിരുന്നു വിൻസെന്റ്. തന്റെ ജീവിതകാലം മുഴുവൻ ആദരിക്കപ്പെട്ടിട്ടും വിൻസെന്റ് എളിമയും വിനയവും ഒരിക്കലും കൈവിട്ടില്ല. പാവങ്ങളെ സഹായിക്കുവാനും തിരുസഭയെ ശക്തിപ്പെടുത്തുവാനും വേണ്ടിയാണ് അദ്ദേഹം തന്റെ പ്രശസ്തി ഉപയോഗിച്ചത്. വിൻസെന്റ് ഡി പോൾ 1660 സെപ്റ്റംബർ 27-ന് 79-ാമത്തെ വയസ്സിൽ പാരീസിൽ വെച്ച് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയായിരുന്ന ലൂയിസ് ഡി മാരിലാക്ക് അതേ വർഷം മാർച്ചിലാണ് മരണമടഞ്ഞത്. 1729 ഓഗസ്റ്റ് 13-ന് ബെനഡിക്റ്റ് 13-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായും 1737 ജൂൺ 13/16-ന് ക്ലെമന്റ് 12-ാമൻ മാർപ്പാപ്പ വിശുദ്ധനായും പ്രഖ്യാപിച്ചു. 1853-ൽ ലെയോ 13-ാമൻ മാർപ്പാപ്പ വിൻസെന്റ് ഡി പോളിനെ പരസ്നേഹ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. വിശുദ്ധന്റെ ജീവിതം പ്രചോദനമായി സ്വീകരിച്ച ഫ്രെഡറിക് ഒസാൻ എന്ന ഫ്രഞ്ച് പണ്ഡിതൻ 1835-ൽ പാവങ്ങളുടെ ആശ്വാസത്തിനായി പ്രവർത്തിക്കുന്ന വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. സെപ്റ്റംബർ 27-നാണ് തിരുസഭ വിശുദ്ധന്റെ ഓർമ്മ പുതുക്കുന്നത്.